Hello class, we are going to the second chapter of the first unit of the Plus 2 English textbook. This is Any Woman, a poem by Catherine Tynan. ഈ കവിതയിലെ ഒരു പ്രധാന പ്രശ്നം ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ്. വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ടൈറ്റിൽ എനി വുമൺ? ഇസ് ഇറ്റ് സെയിങ് ദാറ്റ് ഇറ്റ്സ് അബൌട്ട് എനി വുമൺ ഓർ ഇസ് ഇറ്റ് ആസ്കിങ് വെദർ എനി വുമൺ കംസ് അണ്ടർ ദിസ് ഡെഫിനിഷൻ? ഈ കവിത ഏതൊരു സ്ത്രീയും എന്നുള്ള അർത്ഥത്തിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത്? ഈ കവിതയിലെ ഉള്ളടക്കം ഏതൊരു സ്ത്രീക്കും ബാധകമാണ് എന്ന അർത്ഥത്തിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത്? അതോ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ എന്ന തലത്തിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യം, ഒരു ആംബിവലൻസ് ഈ കവിത അവശേഷിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി പോയട്രി ഈസ് അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് ആംബിവലൻസ്, ദിസ് കൈൻഡ് ഓഫ് കോംപ്ലക്സിറ്റി. Okay, if that complexity is not there, there is no difference between a prose piece and a poem. ഒരു കവിതയും ഒരു ഗദ്യവും തമ്മിലുള്ള, ഒരു ഗദ്യ ലേഖനവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനാണ്. കവിത എന്ന് പറയുന്നതിനകത്ത് ഇത്തരത്തിലുള്ള പ്ലൂറലായിട്ടുള്ള, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിന് സാധ്യതയുണ്ട്. അപ്പോൾ കവിതയ്ക്ക് ബഹുമുഖമായിട്ടുള്ള ആഖ്യാനങ്ങൾക്ക് ഇൻ്റർപ്രിട്ടേഷൻസിന് സാധ്യതയുണ്ട് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കവിത വായിക്കുവാനായിട്ട്. Apparently, this is a simple poem. Okay, it's a very short poem, and it is having its own rhythm pattern, and it's using very few, figures of speech and all those devices. അപ്പോൾ വളരെ ചെറിയ ലളിതമായ രീതിയിൽ എഴുതപ്പെട്ട ഒരു കവിതയാണെങ്കിലും ഇതിൻ്റെ വായന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പോം ആൻഡ് ടു ഡു away with. അതുകൊണ്ട് വിൽ ഗോ ഫോർ എ ക്വിക്ക് റീഡിംഗ് ഓഫ് ദ പോം ആൻഡ് എ quick analysis of the ideas that are expressed here and the way in which these ideas are expressed. അപ്പോൾ ഒരു കവിതയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമാണ്. ആ കവിതയിലെ ആശയങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, the concepts. Okay, how the concepts are presented. അപ്പോൾ എന്തൊക്കെയാണ് ആശയങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഈ ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? We need to be looking at these two things when we go to this poem. Without further deliberations, we go to the poem, the reading of the poem, and it begins like this. I'm the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. This is the beginning of the poem. അപ്പോൾ ആരാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള ഒരു സംശയം നമുക്ക് ആദ്യമേ ഉണ്ടാകും. ബിക്കോസ് ദ ടൈറ്റിൽ സേസ് ഇറ്റ്സ് എനി വുമൺ. And we are asking whether it is any woman that is making this statement. And what is the statement? I am the pillars of the house. Okay, I support the roof of the house like a pillar. ഒരു തൂണ് പോലെ ഞാൻ ഈ വീടിൻ്റെ ഉത്തരത്തെ, അതിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നു. And the keystone of the arch am I. If there is an arch on the roof of the house, I am the central stone of that, and the keystone of the arch am I. Take me away, and the roof and wall would fall to ruin me utterly. To ruin me utterly എന്നുള്ളിടത്താണ് ഇതിലെ ഒരു സ്ട്രെസ് വരുന്നത്. I am the pillar, I am the wall, I am the supporting system of the house. But if you remove me, I will be ruined എന്ന് പറയുന്നു. അപ്പോൾ the very first stanza is introducing this complexity. Who is speaking this line? Whether it is a woman who is speaking this line, or whether it is a pillars of the house or the keystone of the house that is speaking this line. ഈ കവിതയുടെ ആഖ്യാതാവ് എന്ന് പറയുന്നത്, നരേറ്റർ അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ സ്പീക്കിംഗ് വോയിസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളതിന് നമുക്ക് യാതൊരു തരത്തിലുള്ള ക്ലൂവും ഇവിടെ തന്നിട്ടില്ല. അവിടെ ആകെയുള്ള ഒരു സൂചന, ദ ടൈറ്റിൽ ഓഫ് ദ പോം ഈസ് എനി വുമൺ എന്നുള്ളതാണ്. പക്ഷേ ദ വെരി ഫസ്റ്റ് ലൈൻ സേസ് ദാറ്റ് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഓക്കെ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, നോട്ട് ഐ ആം ദ പില്ലർ ഓഫ് ദ ഹൗസ് എന്നല്ല പറഞ്ഞില്ല, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന പ്ലൂറലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ സ്പീക്കർ ഈസ് സെർച്ചിങ് ഫോർ എ സെൽഫ്. ദ സ്പീക്കർ ഈസ് സെർച്ചിങ് ഫോർ എൻ ഐഡൻറ്റിറ്റി, ആൻഡ് ഷീ ഈസ് identifying herself with the pillars of the house, the keystone of the house. ഈ വീട് എന്നുള്ള ഈ സങ്കല്പത്തിൻ്റെ, അതിൻ്റെ തൂണിനോടും അതിലെ കീ സ്റ്റോണിനോടും, അതിൻ്റെ
ആർച്ചിലെ കീ സ്റ്റോണിനോടുമൊക്കെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് സ്വയം താരതമ്യപ്പെടുത്തുന്ന ഒരു സ്പീക്കറാണ് ഇവിടെ ഈ കവിതയിലെ വോയിസ് എന്നേ നമുക്ക് പറയുവാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദാറ്റ്. ഐ ആം ദ ഫയർ അപ്പോൺ ദ എർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് which else were colder than a stone. And further qualifications are coming, further roles are coming. ഈ പറയുന്ന സ്പീക്കറുടെ മറ്റ് ക്വാളിറ്റീസാണ് വരുന്നത്. ഈ ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ഹൂ ആം ഐ എന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. വീണ്ടും പറയുന്നത് ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാത്ത്, ഹാത്ത് ഈസ് എ ഫയർ പ്ലേസ്, ഐ ബേൺ ഓൺ ദ ഫയർ പ്ലേസ് ഓഫ് ദ ഹൗസ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഓക്കെ, ആൻഡ് ദ സൺ ഈസ് എ നാച്ചുറൽ ഫിനോമിന, പ്രകൃതി പ്രതിഭാസമാണ് സൂര്യൻ. ആ സൂര്യൻ്റെ തന്നെയും പ്രകാശം എന്ന് പറയുന്നത് അത് പ്രകാശവുമല്ല, അതിൻ്റെ ഹീറ്റും അതിൻ്റെ പ്രകാശവും ഞാൻ തന്നെയാണ്. ആൻഡ് ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, ആൻഡ് ദ സൺസ് ലൈറ്റ് ഹാസ് ദീസ് ടു ക്വാളിറ്റീസ്. ഇറ്റ് ഹാസ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഹീറ്റ്, ആൻഡ് ഐ റെപ്രസെൻറ്റ് ബോത്ത്. ബട്ട് ഹൂ ആം ഐ എന്ന് പറയുന്നില്ല. ആൻഡ് ദാറ്റ് നെസസറിലി ഡസൻറ്റ് ക്വാളിഫൈ ദിസ്. ഒരു സ്ത്രീയുടെ ഒരു ക്വാളിറ്റിയാണ് ഈ പറയുന്ന സൂര്യൻ്റെ ഊഷ്മാവും സൂര്യൻ്റെ പ്രകാശവും എന്ന് പറയുന്നില്ല. ബട്ട് ഐ ആം ദ ലൈറ്റ് ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നു. വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഹാഡ് ഐ നോട്ട് ബീൻ ദർ ദ എർത്ത് വുഡ് ഹാവ് ബീൻ എ കോൾഡ് സ്റ്റോൺ. എൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു തണുത്തുറഞ്ഞ ശിലയായിരിക്കും എന്ന് പറയുന്നു. So what is her role? And do we necessarily associate femininity, സ്ത്രൈണത എന്ന് പറയുന്നത്, do we necessarily associate that particular quality with a natural phenomenon like the sun? സൂര്യനോട് നമ്മൾ സ്ത്രീയെ അങ്ങനെ ഉപമിക്കാറുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ട്, റീഡറുടെ മനസ്സിലുണ്ട്. സോ ദാറ്റ് ഈസ് മേക്കിംഗ് ദ റീഡിങ് എ ലിറ്റിൽ മോർ കോംപ്ലെക്സ്. Okay, and at me the children warm the hands. I am the light of love alive. I am the light of love alive, a living love. Without me cold the hearthstone stands. And this is a repetition. She has already said that she is the fire on the hearth. And without me the cold stone, the hearthstone stands cold, and nor could the precious children thrive. Nor could the precious children thrive. These two expressions, that is love alive and precious children, ഈ രണ്ട് പ്രയോഗങ്ങൾ ഈ കവിതയിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആക്ച്വലി ദീസ് ടു എക്സ്പ്രഷൻസ് ആർ ഇൻട്രൊഡ്യൂസിങ് ദ കാത്തലിക് തീംസ്, ദ ക്രിസ്ത്യൻ തീംസ് ഇൻ ദിസ് പോം. ഈ കവിതയിലെ ഒരു ബിബ്ലിക്കലായിട്ടുള്ള, ബൈബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിബ്ലിക്കൽ കൊണോട്ടേഷൻസിൻ്റെ ഒരു റെഫറൻസുകളാണ് ഈ രണ്ടെണ്ണം. ലവ് അലൈവ്, according to the theological references, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു സൂചന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് അലൈവ് ഈസ് റെപ്രസെൻറ്റിംഗ് ഗോഡ്. സോ മൈ ലവ് ഈസ് ഇക്വേറ്റഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ് എന്ന് പറയുന്നു. ആൻഡ് നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ആൻഡ് ദ ചിൽഡ്രൻ ആർ നോട്ട് ഓർഡിനറി ചിൽഡ്രൻ. ദ ചിൽഡ്രൻ ഓഫ് എ ഫാമിലി, ദ ചിൽഡ്രൻ ഓഫ് എ ഹോം ആർ പ്രഷ്യസ് ചിൽഡ്രൻ. അപ്പോൾ വിത്തിൻ ദ ഫാമിലി ദേ ആർ പ്രഷ്യസ് എന്നുള്ളത് കൊണ്ട് ഈ പ്രഷ്യസ് ചിൽഡ്രൻ എന്നുള്ളത് റെഫർ ചെയ്യുന്നത് ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുകൂടിയാണ്. നോട്ട് ദ ചിൽഡ്രൻ ഓഫ് ദ ഹൗസ്, ബട്ട് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുകൂടിയാണ്. ആൻഡ് ഇഫ് യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ലൈക്ക് ഗോഡ് ഐ ആം പ്രൊട്ടക്റ്റിംഗ് യു എന്നുള്ള ഒരു റെഫറൻസാണ് അവിടെ വരുന്നത്. സോ ദീസ് ടു റെഫറൻസസ്, ഈ രണ്ട് സൂചനകൾ ഈ കവിതയെ ഒരു ബിബ്ലിക്കൽ തലത്തിലേക്ക്, ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഈ കവിതയെ ഉയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സമീകരിക്കുന്നുണ്ട്. ഓക്കെ, നൗ ഐ ആം ദ ട്വിസ്റ്റ് ദറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് sacred ring, the note of love from whose close tether no lost child goes a-wandering. And that again is a reference to the biblical story of the lost child. Okay, the story of the father having two sons, and one being very obedient and very disciplined, and the other being a vagabond. Okay, and when this vagabond, the wandering son, is coming back, the father is celebrating that coming back. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതും അങ്ങനെ മടങ്ങി വരുമ്പോഴുള്ള സ്വീകാര്യവുമാണ്. അപ്പോൾ ഇവിടെ ഇഫ് എനി ചൈൽഡ് ഈസ്
susceptible to this kind of wandering, any child is open to this weakness of wandering away from belief, I am here to ensure that he is not let free like that. ഓക്കെ, ഏതെങ്കിലും ഒരു സന്താനം, ഏതെങ്കിലും ഒരു കുട്ടി ഫാമിലി എന്നുള്ള ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ, അതിൻ്റെ സംരക്ഷണത്തിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ, അതിനെ അതിലേക്ക് തന്നെ ഉറപ്പിച്ച് നിർത്തുവാനുള്ള സ്ട്രെങ്താണ് ഞാൻ എന്നുകൂടെ പറയുന്നു. അതുകൊണ്ട് ഐ ആം ദ ട്വിസ്റ്റ് ദറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ്. ദ റെഫറൻസ് ആക്ച്വലി ഈസ് ടു എ കൈൻഡ് ഓഫ് ഗെയിം ദറ്റ് ചിൽഡ്രൻ പ്ലേ. ഒരു റോപ്പ് യൂസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരു റിംഗ് ഉണ്ടാക്കുകയും അതിനകത്ത് കുട്ടികളെല്ലാം കൂടെ ഓടിക്കളിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം, ഒരു ഇമേജ് ആണത്. ഓക്കെ, ചിൽഡ്രൻ പ്ലേ യൂസിങ് എ പീസ് ഓഫ് റോപ്പ് ആൻഡ് ദേ മേക്ക് something like a large ring out of it, a large noose out of it. അതിനുള്ളിൽ കയറി നിന്നിട്ട് and they are playing. So like this rope which is holding the children together, I hold the family together and I make sure that no child is left unattended, goes a wandering എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ that again, this a wandering is again a biblical reference. Now we go to the culminating stanzas. I am the house from floor to roof. I deck the walls. The board I spread. I spin the curtains, warp and woof, and shake the down to be their bed. ഇവിടെ ഇത്രയും നേരം I am the pillar. Okay, I am the wall. I am the light of the sun. I am the heat. ഓക്കെ, ഐ എം ദ ഫയർ ഓൺ ദ ഹാർത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഐ ആം സോ ആൻഡ് സോ എന്ന് പറഞ്ഞിരുന്ന നരേറ്റർ, ആ സ്പീക്കിംഗ് വോയിസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഐ ആം എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഐ ഡു സെർട്ടൻ തിങ്സ് ഫോർ സെർട്ടൻ പീപ്പിൾ എന്ന് പറയുകയാണ്. ഓക്കെ, ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഓക്കെ, ഫൈൻ. അതിനുശേഷം പറയുന്നത് ഐ ഡെക്ക് ദ വാൾസ്. I decorate the walls of the house. The board I spread. I arrange the dining table. I spin the curtains. I arrange the curtains. And I spin the curtains, warp and woof. അപ്പോൾ curtains is symbolic. തിരശീലകൾ എന്ന് പറയുന്നത്, യവനിക എന്ന് പറയുന്നത് പ്രതീകാത്മകമാണ്. And I am spinning the curtains, warp and woof. Warp and woof എന്ന് മലയാളത്തിൽ നമ്മൾ ഊടും പാവും എന്ന് പറയുന്ന, it is a texture of a fabric. ഒരു തുണിയുടെ ഫാബ്രിക്കാണ്. ഓക്കെ, അതിൻ്റെ ഊടും പാവും, അതിൻ്റെ ഇഴകളെയാണ് വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത്. ഐ ആം ദ വെരി വാർപ്പ് ആൻഡ് വൂഫ് ഓഫ് ദ ക്ലോത്ത് വിച്ച് ഇസ് പ്രൊവൈഡിങ് എ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഓൺ ദ വിൻഡോസ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഡൗൺ ആക്ച്വലി ഈസ് ദ ബെഡ് സ്പ്രെഡ്. Okay, I prepare their bed, the children's bed. So I do such and such things. Apart from being what I am, I do such and such things for my family. അപ്പോൾ ഒരു പില്ലറാവുന്നു, ഒരു വോളാവുന്നു, ഒരു റൂഫാവുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാവുന്നതോടൊപ്പം തന്നെ മറ്റു ചില സർവീസസും ഞാൻ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ദ വോൾ എഗൻസ്റ്റ് ഓൾ ഡേഞ്ചർ. അഗെയിൻ, ഐ ആം ദ വോൾ എഗൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദ ഡോർ എഗൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. Thou whom a woman laid in a manger, take me not till the children grow എന്നാണ് കവിത അവസാനിക്കുന്നത്. അവിടെ വീണ്ടും ഇതിൻ്റെ ഈ ഒരു ക്രിസ്തീയ പ്രമേയത്തിലേക്ക്, ഒരു ക്രിസ്ത്യൻ തീമിലേക്ക് ഈ കവിത വീണ്ടും എത്തുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ പ്രെയർ. ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ പ്രെയർ. ആക്ച്വലി ഇറ്റ് ഈസ് എൻഡിങ്. ഈ കവിതയിൽ മുഴുവനും ഇത്തരത്തിലുള്ളൊരു പ്രെയറിൻ്റെ ഒരു ഫോർമാറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ, ഇൻ ദ ലാസ്റ്റ് 4 lines, ഇറ്റ് ഈസ് അറ്റൈനിങ് ദ സ്റ്റേറ്റസ് ഓഫ് എ പ്രെയർ. I am the wall against all danger, and the door against the wind and snow. Whoever is inside the house, the children, the family, whoever is inside the house, I protect them. Okay, I am the wall, I am the window, I am the door, I am the curtain, I am everything about the house. മാത്രമല്ല, അബ്രപ്റ്റ് ആയിട്ട് ഇതുവരെ പറഞ്ഞതുമായിട്ട് ഒരു ഡയറക്റ്റ് ലിങ്ക് ഇല്ലാതെ ഒരു പ്രെയറിലേക്ക് ഈ പോയിന്റ് പെട്ടെന്ന് പോവുകയാണ്. വാട്ട് ഡസ് ഷീ സേ? Thou whom a woman laid in a manger. And the person who is laid in a manger is Jesus Christ. അപ്പോൾ ബെത്ലഹേമിൽ ജീസസ് ക്രൈസ്റ്റ് എങ്ങനെ ജനിച്ചുവോ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, എ വുമൺ ഹാസ് ഗിവൺ ബർത്ത് ടു യു. ഇവിടെ ഒരു സീരിയസ്ലി ക്രിസ്ത്യൻ മെറ്റഫർ ആണെങ്കിൽ പോലും, ഒരു റെഫറൻസ് ആണെങ്കിൽ പോലും,
ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ ദ മദർഹുഡ് ഓഫ് ജീസസ് ഈസ് കൺഫേംഡ് എന്നുള്ളതാണ്. ദ ഓൺലി തിങ് കൺഫേംഡ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ് ഈസ് മദർഹുഡ് എന്നുള്ളതാണ്. ആൻഡ് ഹി ഈസ് സപ്പോസ് ടു ബി ദ സൺ ഓഫ് ഗോഡ്. ഓക്കെ, പിതാവ് ദൈവവും മാതാവ് എന്ന് പറയുന്നത് മേരിയുമായിട്ടുള്ള ഈ ഒരു റെഫറൻസിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സോ ഈവൺ വിത്ത് ദ സൺ ഓഫ് ഗോഡ്, ദ ഓൺലി ഷുവർട്ടി, ദ ഓൺലി സെർട്ടനിറ്റി, ഒരേ ഒരു തീർച്ച ദൈവത്തിന് പോലും എന്ന് പറയുന്നത് അത് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മാതൃത്വമാണ്, മദർഹുഡാണ് എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട്. Thou whom a woman laid in a manger, take me not till my children grow. So I should be permitted to live on this earth till my children grow into grown up people. Okay, so when I live, it is not living for myself. I don't have any selfish motives. ജീവിച്ചിരിക്കുന്നതിന് എനിക്ക് സ്വാർത്ഥമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുമില്ല. എൻ്റെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് ഐ നീഡ്സ് ടു ബി കീപ്പിംഗ് മൈസെൽഫ് അലൈവ് ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ എന്നുള്ളതാണ്. സോ ഐ എം ലിവിങ് കംപ്ലീറ്റ്ലി ഫോർ അതേഴ്സ് എന്നുള്ളത്. സോ വാട്ട് ഈസ് ദിസ് പോയം ആക്ച്വലി ട്രൈങ് ടു സേ? ഈ കവിത ഒറ്റവാക്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കവിതയായിട്ട് നമുക്ക് തോന്നും. കാരണം ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് മദർഹുഡ്. We say this. It's a celebration of motherhood. മാതൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഒരു സെലിബ്രേഷനാണ്. ആൻഡ് ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഫാമിലി വാല്യൂസ് ഓൾസോ. ഫാമിലി വാല്യൂസ് വരുന്നത് കൊണ്ട് തന്നെ, കുടുംബ മൂല്യങ്ങളും മാതൃത്വവും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് റിലീജിയസ് വാല്യൂസ് ഓൾസോ. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, ഫാമിലി വാല്യൂസ്, മദർഹുഡ് വാല്യൂസ്, റിലീജിയസ് വാല്യൂസ് എന്നുള്ളതെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ദ കോണ്ടന്റ് ഓഫ് ദ പോം ഈസ് നോട്ട് വെരി സിമ്പിൾ. സോ when you analyze this poem, you see that though it has apparent simplicity, its inner body, its content is very complex. It is seriously maintaining some kind of ambivalences and uncertainties. And only by decoding, only by explaining these uncertainties, these ambivalences, we will come to appreciate this poem. അപ്പോൾ ഇന്ന് നമ്മുടെ 21st സെഞ്ച്വറിയിൽ നമ്മൾ ഈ പോം വായിക്കുന്ന സമയത്ത്, say in 2022, we may not appreciate these things completely. എല്ലാ അർത്ഥത്തിലും ഒരു ന്യൂട്രലായിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എല്ലാം ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. Any woman actually suggests, now the title suggests that this is the ultimate aim that any woman can hope for. ഏതൊരു സ്ത്രീക്കും സങ്കല്പിക്കാവുന്ന ഒരു ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മാതൃത്വത്തിൻ്റെ ഒരു സ്റ്റേറ്റസ് ആണ്. അതായത് അമ്മയാവുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അന്തസ്സ് എന്ന് സ്ഥാപിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അമ്മ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി എന്ന മറ്റൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്. അപ്പോൾ ഫാമിലി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മതവിശ്വാസം, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അച്ചടക്കം, ഡിസിപ്ലിൻ, അതുപോലെ വാല്യൂ സിസ്റ്റം, മോറൽസ്, സദാചാരം, ഇങ്ങനെയുള്ള വാല്യൂസിനെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുവാനുള്ള ഏകപക്ഷീയമായ സിംഗുലറായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് വുമൺ ഉള്ളത് എന്ന് പറയും. And seriously, this poem has no reference to the male counterpart. It is as if the woman herself is making a family. Okay, but the only male reference that is coming here is the address to Jesus Christ, where it is said that it is not in your own status that I am respecting you. It is in the status of your mother who laid you in a manger that I am addressing you എന്നാണ്. ഒരു സ്ത്രീയാൽ ജനിപ്പിക്കപ്പെട്ടവനെ എന്നാണ് ജീസസിനെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ജീസസിന് പോലും ഇത്രയും വലിയ റിലീജിയസ് ആയിട്ടുള്ള ഒരു പോം ആയിട്ട് പോലും, ഇത്രയും ബിബ്ലിക്കലായിട്ടുള്ള റെഫറൻസസ് ഉള്ള പോം ആയിട്ട് പോലും ഇവിടെ ജീസസ് ഈസ് നോട്ട് അഡ്രസ്ഡ് ആസ് എ സൺ ഓഫ് ഗോഡ്. ഓക്കെ, ജീസസ് ഈസ് അഡ്രസ്ഡ് ആസ് എ മാൻ ബോൺ ഔട്ട് ഓഫ് എ വുമൺ. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള സങ്കീർണതകൾ മുഴുവനുള്ളത് കൊണ്ട് യു കനോട്ട് കോൾ ദിസ് പോം എ ഫെമിനിസ്റ്റ് പോം.
ഇതൊരു സ്ത്രീവാദ പോമാണ് എന്ന് നമുക്ക് പറയുവാൻ പറ്റുകയില്ല. ഇറ്റ്സ് എ പോം which is actually glorifying the values of motherhood and the values of family, the values of a typical kind of civility and morality എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Okay, so this poem is not without its own complexity. It is actually requiring a deep reading, and that is one quality which is differentiating a poem from a prose piece. ഓക്കെ, ഗദ്യത്തിൽ നിന്നും വിഭിന്നമായി പദ്യത്തിൽ അവയിലെ വരികൾക്കിടയിൽ സങ്കീർണമായിട്ടുള്ള ആശയങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. ഈ ആശയങ്ങൾ കണ്ടെത്തുന്നതാണ് കവിതയുടെ അനുഭവം എന്ന് പറയുന്നത്. ഓക്കെ, കവിതയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് ഒരു കവിത മനസ്സിലാക്കുന്നതിന് മുമ്പ് അത് അനുഭവിക്കണം എന്നുള്ളതാണ്. ഓക്കെ, യു ഹാവ് ടു ഫീൽ എ പോയം ബിഫോർ യു അണ്ടർസ്റ്റാൻഡ് എ പോം എന്ന് പറയാറുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ യു ഹാവ് ഫെൽറ്റ് ദ പോം, ദ ഇൻറ്റൻസിറ്റി of the ideas that are expressed in this poem. Okay, read the poem as many times as you can and feel it first. Thank you.